നമസ്കാരം. മലയാള മീഡിയ ഓൺലൈനിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെയും പരിപാടികളുടെയും ആരോഗ്യ പരിപാലനത്തിനായി മാത്രം സർക്കാർ ഖജനാവിൽ നിന്ന് പൊടിച്ചത് കോടികൾ. സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാകുന്നതിനിടയിലാണ് വിവരാവകാശ രേഖ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മന്ത്രിമാരുടെ കുടുംബാംഗങ്ങളുടെ ചികിത്സാ ചെലവ് ഉൾപ്പെടെ ജൂലൈ മാസം വരെ 1.52 കോടി രൂപയാണ് മന്ത്രിമാർ ചെലവഴിച്ചത്. പട്ടികയിൽ എല്ലാ തവണയും പോലെ മുഖ്യമന്ത്രി തന്നെയാണ് മുൻപന്തിയിൽ. വിദേശത്ത് പോയി ചികിത്സിച്ചതുൾപ്പെടെ 74.4 ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രി ഈ വകയിൽ കൈപ്പറ്റിയത്. എന്നാൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി ചികിത്സാ ചെലവിനായി വാങ്ങിയത് 68 ലക്ഷം രൂപയായിരുന്നു. മറ്റു മന്ത്രിമാരിൽ കെ കൃഷ്ണൻകുട്ടിയാണ് ഏറ്റവും കൂടുതൽ തുക കൈപ്പറ്റിയത്. 30.59 ലക്ഷം രൂപയാണ് അദ്ദേഹം കൈപ്പറ്റിയിരിക്കുന്നത്. ഇനി ബാക്കി മന്ത്രിമാരുടെ ചികിത്സയ്ക്ക് ചിലവായ തുക നോക്കുകയാണെങ്കിൽ വി ശിവൻകുട്ടി 13,29,235 രൂപ, എം വി ഗോവിന്ദൻ 2,22,256 രൂപ, കെ രാധാകൃഷ്ണൻ 99,129 രൂപ, ആർ ബിന്ദു 3 ലക്ഷം, വി അബ്ദുറഹ്മാൻ 2,77,920 രൂപ, എം വി രാജേഷ് 2,45,873 രൂപ, അഹമ്മദ് ദേവർകോവിൽ 4,04,020 രൂപ, ആന്റണി രാജു 6,11,242 രൂപ, കെ ശശീന്ദ്രൻ 2,44,865 രൂപയും, വി എൻ വാസവൻ 2,42,463 രൂപയും, കെ എൻ ബാലഗോപാൽ 1,91,601 രൂപയും, ജി ആർ അനിൽ 1,27,000 രൂപയും, ജെ ചിഞ്ചുറാണി 99,535 രൂപയും, സജി ചെറിയാൻ 12,096 രൂപ എന്നിങ്ങനെയാണ് മറ്റു മന്ത്രിമാർ ചികിത്സാ ഇനത്തിൽ കൈപ്പറ്റിയ തുക. കഴിഞ്ഞ വർഷം ആരോഗ്യ പരിപാലനത്തിനായി 92.58 ലക്ഷം രൂപയായിരുന്നു ചിലവായത്. എന്നാൽ ഇതിൽ 67 ലക്ഷം രൂപയും ചിലവായത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയായിരുന്നു. അതേസമയം മന്ത്രിമാരായ കെ രാജൻ, വീണ ജോർജ്, രാമചന്ദ്രൻ കടന്നപ്പള്ളി, പി പ്രസാദ്, കെ വി ഗണേഷ് കുമാർ, പി രാജീവ്, റോഷി അഗസ്റ്റിൻ, മുഹമ്മദ് റിയാസ്, ഒ ആർ കേളു എന്നിവർ ചികിത്സയ്ക്ക് വേണ്ടി പണം വാങ്ങിയിട്ടില്ല. എന്തായാലും ഇപ്പോൾ ജനങ്ങളെ നന്നാക്കാനും നാടിനെ വളർത്താനും ഇറങ്ങിയ സർക്കാരിലെ മന്ത്രിമാരെ ചികിത്സിക്കാൻ ജനം അങ്ങോട്ട് പണം പിരിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ്. അത്രയും തുക മറ്റുള്ള ആവശ്യങ്ങൾക്ക് ചെലവഴിച്ചിരുന്നുവെങ്കിൽ എന്ത് നന്നായിയെന്നാണ് ജനങ്ങൾ പോലും ചോദിക്കുന്നത്. കാരണം പാവപ്പെട്ട അമ്മമാർക്കും അമ്മൂമ്മമാർക്കും പെൻഷൻ പോലും കൊടുക്കാൻ പണമില്ലാതെ മുട്ടിലിഴയുന്ന സർക്കാരാണ് ഇന്നുള്ളത്. അതിന് കാശ് ചോദിക്കുമ്പോൾ കൈമലർത്തുകയും കേരളത്തിനെയും പഠിക്കുന്ന മന്ത്രിമാരും. എന്തായാലും കേരളം ഈ അവസ്ഥയിൽ മുൻപോട്ട് പോകുകയാണെങ്കിൽ പടുകുഴിയിൽ ചെന്ന് വീഴുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.